ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ടിഷ്യൂ മോഡലുള്ളതാ ഇതുപോലുള്ള കവർ ഉണ്ടല്ലോ. ഈ കവറുകൾ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വലിപ്പത്തിലുള്ള പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലുള്ള 2 പീസ് ഞാൻ ഒരുമിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അതിനുശേഷം ഇതിനെ ഇതുപോലൊന്ന് കോണോട് കോൺ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെട്ടിക്കളയുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതളുകൾ വെച്ചിട്ട് ഒന്നുകൂടി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ 2 പൂക്കളെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇതിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഒരു ഇതിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ മറുഭാഗം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒരു റെഡ് കളറിലുള്ള ഒരു പീസ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുന്ന സെയിം പേപ്പർ തന്നെയാണ്. അതിനുശേഷം ഇതുപോലൊന്ന് കുനുകുനാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതാ ഇതിനെ ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഗ്ലൂ തേച്ച് ഒന്ന് ഒട്ടിച്ചും കൂടി എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി കുറച്ച് ഗ്ലൂവും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പൂ കൂടി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പൂവും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എത്ര പൂക്കൾ വേണോ അത്രയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുശേഷം ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് 4ആയിട്ട് മടക്കി എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പൂവിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബേസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം.
എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്ലൂവും കൂടെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പൂവിൻ്റെ ഞെട്ടും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൂക്കളിലും നമുക്കിതാ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മളിതാ ഇതുപോലൊരു ഗ്രീൻ കളർ പേപ്പർ കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഇതാ ഇതുപോലൊരു തണ്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂവ് സെറ്റ് ചെയ്യാനുള്ള തണ്ടും ഇവിടെ റെഡിയാണ് കേട്ടോ. അതിനുശേഷം ചെറിയൊരു പീസ് റെഡ് കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പൂമുട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത്. 4 ഇതളുകൾ മാത്രമേ ഇതിനുണ്ടാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂമൊട്ട് ഇവിടെ റെഡിയാണ്. അതിനുശേഷം നമ്മുടെ പൂമൊട്ടിനും കൂടെ ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ ഇതുപോലെ ഒരു ബേസ് തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ മുട്ട ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പൂമൊട്ടും ഇവിടെ റെഡിയാണ്. അതിനുശേഷം ഈ പൂമൊട്ടിന് വേണ്ടിയിട്ട് ഒരു തണ്ട് നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂവും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂമൊട്ട് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പൂമൊട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ പൂമൊട്ടും പൂക്കളും ഒക്കെ റെഡിയായതിനു ശേഷം നമ്മൾ ഇനി ഈ പൂമൊട്ടും പൂക്കളും സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഞാൻ നമ്മുടെ പൂവിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പൂമൊട്ടിൽ കുറച്ച് ഗ്ലൂ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ തണ്ടിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൂമൊട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ടിഷ്യൂ മോഡൽ കവർ വെച്ചുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള കുറച്ച് പൂവുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്